ഫേസ്ബുക്ക് പൈസ തരുന്നുണ്ടോ? നമ്മളിടുന്ന വീഡിയോസിനും റീൽസിനും ഇടുന്നതിൻ്റെ പൈസ അവർ തരുന്നുണ്ടോ? ഫേസ്ബുക്ക് പൈസ തരുന്നുണ്ട് ഗൈസ്. ഇത് എങ്ങനെയാണ് പൈസ നമുക്ക് ഈ ഫേസ്ബുക്കിലൂടെ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഹായ് ഗൈസ്, അങ്ങനെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ എന്ത് കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് വരെ ഫേസ്ബുക്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഫേസ്ബുക്ക് പൈസ തരുന്നുണ്ടോ? നമ്മളിടുന്ന വീഡിയോസിനും റീൽസിനും ഇടുന്നതിൻ്റെ പൈസ അവർ തരുന്നുണ്ടോ? ഫേസ്ബുക്ക് പൈസ തരുന്നുണ്ട് ഗൈസ്. ഇത് എങ്ങനെയാണ് പൈസ നമുക്ക് ഈ ഫേസ്ബുക്കിലൂടെ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനാദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പ്രൊഫഷണൽ അക്കൗണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതിനോട് നിങ്ങൾ പൈസയോ കാര്യങ്ങളോ ഒന്നും ചിലവഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സെയിം ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെ മതി. അതിനകത്തൊരു ഓപ്ഷൻ മാത്രം മാറ്റി കൊടുത്താൽ മതി, നിങ്ങളുടെ അക്കൗണ്ട് ഫേസ്ബുക്ക് പ്രൊഫഷണൽ അക്കൗണ്ടായിട്ട് മാറും. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു പേജ് ഞാൻ ഓപ്പൺ ചെയ്യാം, എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം. അതിൽ കൂടെ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളത്. എൻ്റെ പ്രൊഫൈൽ ഞാൻ കാണിച്ചുതരാം. നമ്മൾ ഫേസ്ബുക്ക് പേജ് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മുടെ പ്രൊഫൈൽ സെക്ഷൻ ഉണ്ടാവും. ആ പ്രൊഫൈൽ സെക്ഷനിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രൊഫൈൽ സെക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പ്രൊഫൈൽ ഓപ്പൺ ആവും. അതിൻ്റെ തൊട്ട് താഴെ സ്റ്റോറിയുടെ തൊട്ട് താഴെ 3 ഡോട്ട് ഉണ്ടാവും. ആ 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജ് ഓപ്പൺ ആവും. ആ ഓപ്പൺ ആവുന്നതിൻ്റെ ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. ഇപ്പോൾ എൻ്റെ ഓൾറെഡി പ്രൊഫഷണൽ മോഡിലാണ്, അതുകൊണ്ടാണ് അത് ടേൺ ഓഫ് എന്ന് കാണിക്കുന്നത്. നിങ്ങൾക്കത് ടേൺ ഓൺ എന്നായിരിക്കും വരുന്നത്. അത് നിങ്ങൾ ടേൺ ഓൺ ആക്കി കൊടുക്കുക. ഓണായി കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ മോഡ് ഓണായി. തിരിച്ച് ഒന്നേ ഫേസ്ബുക്ക് പ്രൊഫൈലോട്ട് വരിക. ഫേസ്ബുക്ക് പ്രൊഫൈലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്റ്റോറിയുടെ താഴെ നേരത്തെ 3 ഡോട്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് 3 ഡോട്ടിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് നിങ്ങൾക്ക് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്നൊരു ഓപ്ഷൻ എനേബിൾ ആയി വരും. അപ്പോൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് മുകളിൽ നിങ്ങൾ ഓഡിയൻസ്, കണ്ടൻറ്റ്, അതുപോലെ തന്നെ ഈ മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷനൊക്കെ കാണുന്നുണ്ടാകും. ഈ പറയുന്ന പ്രൊഫഷണൽ ഡാഷ്ബോർഡിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഫേസ്ബുക്ക് അക്കൗണ്ടും പ്രൊഫഷണൽ അക്കൗണ്ടും തമ്മിൽ വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അനലിറ്റിക്സ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓഡിയൻസ് എത്രത്തോളം ടൈം നിങ്ങൾ ഈ പറയുന്ന ഫേസ്ബുക്ക് റീൽസിൽ ചിലവാക്കി എന്നൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. എത്രത്തോളം റീച്ച് കിട്ടിയെന്നെല്ലാം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറയുന്ന ഫോളോവേഴ്സ് ആയാലും എത്രത്തോളം റീച്ച് ആയെന്നുള്ളതെല്ലാം കാണാൻ പറ്റും. നിങ്ങളെ വീഡിയോ നിങ്ങൾ ഈ പറയുന്ന ഫോളോവേഴ്സാണോ കാണുന്നത് അതോ നോൺ ഫോളോവേഴ്സാണോ കാണുന്നത്, എവിടെ നിന്നൊക്കെയാണ് കാണുന്നത്, എല്ലാ ഡീറ്റെയിൽസ് ഏതൊക്കെ റീജിയനിൽ നിന്ന് കാണുന്നത് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ടൂളാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളെ ഓപ്ഷൻ എന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അത് എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കിയതിന് ശേഷം ഈ പറഞ്ഞ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കുമ്പോഴത്തേക്കും മുകളിൽ കണ്ടൻറ്റ്, ഓഡിയൻസ്, പിന്നെ അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ മോണിറ്റൈസേഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് ടൂൾസ് നമുക്ക് കാണും. നമുക്ക് സ്റ്റാർസ്, അതുപോലെ തന്നെ ആഡ്സ് ഓൺ റീൽസ്, പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്ക് ബോണസ് പ്ലേ, പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ, ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അത് നമുക്ക് 1 by 1 ആയിട്ടേക്ക് അത് ഓപ്പൺ ആവുന്നത്. കാരണം ഇപ്പം നിലവിൽ നമുക്ക് സ്റ്റാർസ് ആയിരിക്കും ഫസ്റ്റ് എനേബിളായി വരിക. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻസ്, പിന്നെ അതുപോലെ തന്നെ ആഡ്സ് ഓൺ റീൽസ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ബോണസ് പ്ലേ, ഇത് 1 by 1 ആയിട്ടായിരിക്കും ഓണായി വരുന്നത്. ഇത് ഓരോന്നിനും ഓരോ കടമ്പകൾ അവർ വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ പറഞ്ഞ ഫസ്റ്റ് നമുക്ക് ഓപ്പൺ ആവുന്ന ഫേസ്ബുക്ക് സ്റ്റാർസ് ആയിരിക്കും. നമ്മുടെ വീഡിയോസിൻ്റെ കൂടെ ഫേസ്ബുക്ക് സ്റ്റാർസ്, നമ്മൾ വീഡിയോ കാണുന്ന ഈ പറഞ്ഞ ഓഡിയൻസ് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരണമെങ്കിൽ സ്റ്റാർസിൻ്റെ രൂപത്തിലായിരിക്കും ഗിഫ്റ്റ് തരുന്നത്. അത് നമുക്ക് ഗിഫ്റ്റ് കൺവേർട്ടായി നമുക്ക് ഈ പറയുന്ന ക്യാഷായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഫേസ്ബുക്ക് വാളറ്റിലോട്ട് വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഓരോ ലെവൽ അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് 1 by 1 ആയിട്ട് അത് ഓൺ ആവും. കാരണം ചിലവർ പറയുന്നുണ്ടാവും, ചില ഈ ഒരു ചാനൽസിൽ പറയുന്നുണ്ടാവും നമ്മുടെ വീഡിയോ ഇത്ര വ്യൂസ് പോകണം, അതുപോലെ തന്നെ ഇത്ര ഫോളോവേഴ്സ് നമുക്ക് ഒരാഴ്ച കൊണ്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചലഞ്ച് ആയിരിക്കും അവർ വെക്കുന്നത്. അപ്പോൾ ഓരോ ചലഞ്ച്, വീക്കിലി ചലഞ്ച് അച്ചീവ് ചെയ്ത് പോകുമ്പോഴായിരിക്കും നമുക്ക് ഈ പറഞ്ഞ ഓരോ ടൂൾസ് നമുക്ക് ഓൺ ആവുക. ഫസ്റ്റ് സ്റ്റാർസ് ആയിരിക്കും എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടാവുക. പിന്നെ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ടാവും. എനിക്കിപ്പോൾ സബ്സ്ക്രിപ്ഷനും സ്റ്റാർസും അതാണ് ഓൺ ആയിരിക്കുന്നത്. ഇനി അതിനുശേഷം എനിക്ക് ആഡ്സ് ഓൺ റീൽസും ഫേസ്ബുക്ക് ബോണസ് പ്ലേയും ഇത് ഇനി വരാനും കൂടി ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ലെവലിൽ കുറച്ച് പോകുമ്പോഴത്തേക്കും ഈ ചാനൽ ഈ പറയുന്ന ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ ഈ പ്രൊഫൈലൊക്കെ ഗ്രോ ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഓരോ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയി വരിക. ഇപ്പം നിലവിൽ എനിക്ക് സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ സ്റ്റാർസാണ് എനേബിൾ ആയിരിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷന് കുറച്ച് ബെറ്റർ ടൂളാണ് നിങ്ങൾക്ക്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്ക്ലൂസീവ് വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് വിസിബിളായി കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് അധികം കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് വയ്ക്കുക. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ഒരു 100 രൂപ പെർ മന്ത് എന്നുള്ള സബ്സ്ക്രിപ്ഷനാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1000 ഓഡിയൻസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വയ്ക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് റെഗുലർ ഇൻകം ആയി. കാരണം ഇത് മന്ത്ലി നമുക്ക് റിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഒരു ക്വാളിറ്റി കണ്ടന്റ് പോസ്റ്റ് ചെയ്യുക, അതിന് മുതൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടും. സബ്സ്ക്രൈബർ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ഇൻകം നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷമുള്ള ഫേസ്ബുക്ക് ബോണസും പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആഡ്സ് ഓൺ റീൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ക്വാളിറ്റി കണ്ടന്റ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ ഈ ക്വാളിറ്റി കണ്ടന്റ്സ് നമ്മൾ ഈ അധികം ഓഡിയൻസ് റീച്ച് ആവുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മൾ റീൽസിൻ്റെ ഇൻബിറ്റ്വീൻ നമുക്ക് ഈ പറഞ്ഞ ആഡ്സ് അവർ പോസ്റ്റ് ചെയ്യും. അതുവഴി നമുക്ക് ഇൻകം ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ബോണസ് പ്ലേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ റീൽസ് എത്രത്തോളം ആൾക്കാർ പ്ലേ ചെയ്തു അതുവഴി നമുക്ക് എത്രത്തോളം റവന്യൂ കിട്ടി എന്നുള്ളത് നമുക്ക് അതിന് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് റവന്യൂ കിട്ടി തുടങ്ങും നമ്മൾ ഈ പറഞ്ഞ കണ്ടൻസ് റീച്ച് ആവുന്നതിന് മൂലം. പിന്നെ നമുക്ക് ഇത് ശ്രദ്ധിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് $100 ആയാൽ മാത്രമേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഫണ്ട് നമുക്ക് ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ ആയാലും ഈ പറയുന്ന ഈ ബോണസ് പ്ലേ നമുക്ക് ഫ്യൂച്ചറിൽ അച്ചീവ് ചെയ്തിട്ട് വരുന്ന ഇൻകം ആയാലും നമ്മളെ ഈ ഫേസ്ബുക്ക് വാളറ്റിനകത്ത് $100 അച്ചീവ് ചെയ്താൽ
മാത്രമേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂ. അതും ശ്രദ്ധിക്കുക. അപ്പോൾ മാക്സിമം നിങ്ങൾ ക്വാളിറ്റി കണ്ടന്റ് എടുക്കുക. ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷനും മാക്സിമം കൂട്ടി കൊടുക്കുക. സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് കസ്റ്റമറിൻ്റെ ചോയ്സാണ്. നമ്മൾ ക്വാളിറ്റി കണ്ടന്റ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഓട്ടോമാറ്റിക്കലി വരികയും ചെയ്യും. ഈ പറയുന്ന ഇത് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞ റെഗുലർ ഇൻകം ഫേസ്ബുക്കിൽ നമുക്ക് ഏൺ ചെയ്യാനും പറ്റും.